അത് മാത്രമല്ല വിഷ്ണു, നമ്മുടെ കിർലിയൻ ഫോട്ടോഗ്രാഫി എന്നൊരു ഫോട്ടോഗ്രാഫി ഉണ്ട്. കാണുന്നവർക്ക് ആദ്യമായിട്ടായിരിക്കും ഒരു ടേം അറിയാവുന്നത്. കിർലിയൻ ഫോട്ടോഗ്രാഫി എന്ന് അടിച്ചു കൊടുത്താൽ മതി. അത് സയന്റിഫിക്കലി തെളിയിച്ച ഒരു ഫോട്ടോഗ്രാഫിയാണ്. ആ ഫോട്ടോഗ്രാഫി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ചുറ്റുമുള്ളൊരു പ്രഭാവലയത്തെ ആ ഫോട്ടോഗ്രാഫിയിൽ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. അങ്ങനെ എടുത്തിട്ടുള്ളൊരു പ്രശസ്തമായ ഒരു പടം എനിക്ക് നമ്മുടെ ബാലകൃഷ്ണ പണിക്കർ എന്ന് പറഞ്ഞ സാർ, നമ്മുടെ കേരള സർക്കാരിൻ്റെ കലണ്ടർ തയ്യാറാക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും ജ്യോതിഷം നോക്കുന്ന അനുഷ്ഠാന ഫോട്ടോ എന്ന് പറയുന്നത് അനുഷ്ഠാന വിജ്ഞാന കോശം എഴുതിയ അദ്ദേഹം അല്ല, ഞാൻ ചോദിച്ചത് അതിൽ ഫോട്ടോ തെളിയുമെന്ന് പറയുന്നത് അതിനകത്ത് ആ പ്രിന്റ് എടുക്കുമ്പം കറക്റ്റ് കിട്ടും. അതെ, അന്ന് റഷ്യയിൽ നിന്നുള്ള റഷ്യയിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇവിടെ വന്നു. പാനാൾ അതിരാത്രത്തിന്റെ ഫോട്ടോ എടുത്തപ്പം ശിവതാണ്ഡവത്തിന്റെ ഫോട്ടോ കിട്ടിയതായിട്ട്, അത് ലൈവായിട്ട് ആ ഫോട്ടോ ഉണ്ട്. സത്യത്തില് കുറെ ആൾക്കാരെ ഇത് കാണും. അത് കണ്ടിട്ടുള്ളവർ വേണമെങ്കിൽ നമ്മൾ ഇതിന് താഴെ കമന്റ് ഇട്ട്. കാര്യം ഞാനത് കണ്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ജയചന്ദ്രൻ രാജ് എന്നൊരു സാറുണ്ട് നമ്മുടെ ചങ്ങനാശ്ശേരി പെരുന്നേല്. അദ്ദേഹം നാസയിൽ പോയ സമയത്ത് അദ്ദേഹം കിർലിയൻ ഫോട്ടോഗ്രാഫി വെച്ചിട്ട് ഇത് നോക്കിയിട്ടുണ്ട്. നാസയിൽ എല്ലാ വർഷവും പോകുന്നൊരു അദ്ദേഹമാണ്. അധികം ആൾക്കാർക്ക് അറിയപ്പെടാത്തൊരു സാറാണ്, എക്കണോമിസ്റ്റാണ്. പക്ഷെ സാറ് ഈ ജ്യോതിഷത്തിൽ അതീവ നോളജ് ഉള്ള ആളാണ്. അപ്പോൾ കിർലിയൻ ഫോട്ടോഗ്രാഫി എന്നൊരു ഫോട്ടോഗ്രാഫി അടിച്ചു കൊടുത്താൽ തന്നെ ഓരയുടെ പ്രസൻസ് അറിയാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമ്മളെ നെറ്റിലുണ്ട്. അപ്പം ഇതൊക്കെ അറിയിക്കുക എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ വിജ്ഞാന ചാനൽ കൊണ്ട് ഉദ്ദേശിച്ചതാണ് സത്യത്തിൽ. കാര്യം പല ആളുകളും വിമർശിക്കുവാണ്. സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ക്ഷേത്രങ്ങൾ. ഇപ്പൊ സാറ് പറഞ്ഞ ഗജേന്ദ്ര മോക്ഷം എന്ന് പറഞ്ഞ ഈ ബുക്ക് തന്നെ നമ്മൾ ഈ പറഞ്ഞ ന്യൂട്ടന്റെ ചലന നിയമവും ഗുരുത്വാകർഷണ നിയമവും ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം നമ്മുടെ ഗ്രന്ഥങ്ങളിലുണ്ടായിരുന്നു. അല്ല, അതിന് ഉദാഹരണം പറയാം. അങ്ങനെ വരുമ്പം വേദവ്യാസ കൃതികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പഞ്ചമസ്കന്ധം എടുക്കുമ്പോൾ ഇറാസ്തോസ്തനീസ് ഒരുപക്ഷെ ഭൂമിയുടെ ചുറ്റളവൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ അതെ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ കൃത്യമായിട്ട് അത് പ്രവചിച്ചിട്ടുണ്ട്. ഇനി ആൽഫ്രഡ് വേഗ്നർ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി കണ്ടുപിടിച്ച വളരെ റീസെൻ്റ് ആയിട്ടാണ്. പക്ഷേ എന്താ പറയുന്നത്, നമ്മുടെ സനാതന ഗ്രന്ഥങ്ങളിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു ഈ കോണ്ടിനൻസ് എങ്ങനെയാണ് ഉണ്ടായത്. അത് ഡ്രിഫ്റ്റ് ചെയ്യാൻ ഉപോത്ബലകമായിരിക്കുന്ന ഒരു കൺവെക്ഷൻ കറണ്ടിനെ കുറിച്ച്, പല ദിശകളിലേക്ക് അത് വിസ്ഥാപിക്കാൻ ഇടയായിരിക്കുന്ന ഒരു ബലത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഭാഗവത പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രിയവ്രതൻ എന്ന് പറയുന്ന രാജാവിൻ്റെ കഥ പറയുന്ന സമയത്ത് അദ്ദേഹം ഭരിച്ചിരുന്ന ഭൂമിക്ക് ചുറ്റും പ്രകാശം ഉണ്ടാകണമെന്ന് കരുതിയിട്ട് അദ്ദേഹം ഒരു തേരുണ്ടാക്കി ഓടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് തേടി ചെന്ന് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിൻ്റെ പ്രിമിറ്റീവ് ഫോംസിനെയൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അത്തരത്തിൽ സയൻറ്റിഫിക്കായിട്ട് പല കാര്യങ്ങളും എഴുതി വെച്ചപ്പോഴും നമ്മൾ പിൻകാല് കൊണ്ട് ഇതിനെ എന്ത് ചെയ്യുക, തൊഴിച്ച് ദൂരെ എറിയുക. നേരത്തെ അജി പറഞ്ഞതുപോലെ ക്രിറ്റിസിസം നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു നല്ലതാണത്. സാറ് പറഞ്ഞ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പം പണ്ട് കാലത്തെ ഇപ്പം ഞാൻ ശംഖു എന്നൊരു കാര്യം പറഞ്ഞത്, ശംഖു എന്ന് പറയുന്ന ഒരു വിവരണം ഉണ്ടായിരുന്നു. അത് ഒരു വടി കണക്കിരിക്കുന്ന വിവരണം. പണ്ട് ഈ ഹൈദരാബാദ് ഒരു സ്ഥലം അലഹബാദ് കണ്ട രണ്ട് സ്ഥലങ്ങളിലുള്ള ഒരേ അക്ഷാംശം, ഒരേ നിഴലിൽ വരാത്ത രണ്ട് സ്ഥലങ്ങൾ കണ്ടെത്തുകയും ആ രണ്ട് സ്ഥലങ്ങളുടെയും നിഴലുകളുടെ അടിസ്ഥാനത്തിൽ അളവെടുക്കുകയും ചെയ്തു. ഇപ്പോൾ രണ്ട് അക്ഷാംശരേഖകളുണ്ട്. അതിൻ്റെ അകലം 111 കിലോമീറ്ററാണ്. ആ രണ്ട് അക്ഷാംശരേഖകൾ പിന്നെയാണ് ഈ അക്ഷാംശരേഖകൾ എന്നുള്ള കൺസെപ്റ്റ് വന്നത്. പണ്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഈ അക്ഷാംശരേഖകളുടെ കാര്യം ഈ ശംഖു വെച്ച് പറയുന്നുണ്ട്. ഈ 111 കിലോമീറ്റർ 365 ദിവസവും, ഈ 365 112 ഗുണിച്ച് നോക്കും, ആ കിട്ടുന്ന അളവ് ഏകദേശം ഭൂമിയുടെ ചുറ്റളവിൽ ഏകദേശം അടുത്തായിരിക്കും എന്ന് പണ്ട് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു. പിൽക്കാലത്ത് കണ്ടുപിടിച്ചപ്പം 69-70 കിലോമീറ്ററിൻ്റെ വ്യത്യാസം വന്നിട്ടുള്ളൂ. അത് ജീവോടെ ആകൃതി ആയതുകൊണ്ട് ആ ഒരു വ്യത്യാസം അവിടെ വന്നു. അല്ലെങ്കിൽ കൃത്യം പറഞ്ഞാൽ ഈ അളവ് തന്നെയാണ് ഭൂമിയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഭൂമിയുടെ ചുറ്റളവ് എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മണ്ഡലകാലം കണക്കി വരുന്നത് ഞാൻ പറയാറുണ്ടല്ലോ. മണ്ഡലകാലം നമ്മൾ പറയുന്നത് 41 ദിവസം. സൗരവർഷത്തിന്റെയും ചാന്ദ്രവർഷത്തിന്റെ ഇടയിലുള്ള ഒരു സംഖ്യ കൂട്ടി യോജിപ്പിച്ചാൽ ഒരു സർക്കിൾ ഒരു മണ്ഡലമായി മാറുന്നുണ്ട്. മണ്ഡലകാലം 27 നക്ഷത്രമുണ്ട്. 12 മാസം ആകുമ്പോൾ എത്ര, 27-12 327 ദിവസം വരും. ഒരു വർഷം എത്ര ദിവസമുണ്ട്? 360 മൈനസ് ചെയ്തേ, ബാക്കി വരെ 40 ദിവസം ഒരു മണ്ഡലകാല അറേഞ്ച് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. സാർ പറഞ്ഞു സൂര്യന്റെ ചന്ദ്രന്റെ ഈ എല്ലാത്തിനും ശാസ്ത്രതയുണ്ട്, എല്ലാത്തിനും മാത്തമാറ്റിക്സ് ഉണ്ട്. ഈ പറഞ്ഞ കണക്ക് ഈ തന്ത്രവിദ്യ തന്നെ കറക്റ്റ് ജോമെട്രിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന തന്ത്രം. ഇപ്പൊ ഇവിടെ ഹോമകുണ്ടുണ്ട്, ഹോമകുണ്ടം പക്ക ജോമെട്രിയാ, സമചിതരാകൃതിയിലാണ് ചെയ്യേണ്ടത്. ഓരോ കാര്യങ്ങൾക്ക് വൃത്താകൃതി ചെയ്യുന്നതും ഉണ്ട്, പക്ഷെ കൂടുതൽ ഉപയോഗിക്കുന്ന സമചിതരാകൃതിയാണ്. അതിന് 3 വരികൾ ഉണ്ടായിരിക്കണം നിർബന്ധമാണ്. ഞാൻ ഇവിടെ നോക്കി, ഇവിടെ ഹോമകുണ്ടം ഉണ്ട്. ഇതെല്ലാം പണ്ട് മാത്സിനകത്തുണ്ട്.
നമ്മൾ കിടന്നിട്ട് നമ്മളെ കൈയില്ലേ നിവർ നടക്കുന്ന നീളം, അതായിരിക്കും ഒരു അഗ്നികുണ്ഡത്തിന് ഏറ്റവും മാക്സിമം അളവെന്ന് പറയപ്പെടുന്നത് ഗ്രന്ഥങ്ങളിൽ. അതേക്കുറിച്ച് സാറിന് പറയാൻ ഞാൻ ജസ്റ്റ് വായിച്ചുള്ള അറിവാണ്. അല്ല അച്ഛൻ ഇപ്പം ഈ പറഞ്ഞത് വെച്ച് നമ്മുടെ ആ ഒരു വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനെ നമുക്ക് കൂട്ടിയോജിപ്പിക്കാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ഇതിൽ നിന്ന് ആളുകൾ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. സത്യല്ലേ? ഇതിനെ കൂട്ടി യോജിപ്പിക്കുന്ന തരത്തിൽ, അതാണ് നേരത്തെ പറഞ്ഞത്. നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യുമ്പം ഇപ്പം പറഞ്ഞു ശാസ്ത്രീയത വളരെ എന്താ പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ചെയ്തുകൊണ്ട് നമ്മൾ അതിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കണം. ഇത് കണക്ട് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് അജി നേരത്തെ ഇട്ട് തന്ന നവവിധ ഭക്തിയുടെ 9ാമത്തെ പടിയായിരിക്കുന്ന ആത്മനിവേദനത്തിൽ എത്തിച്ചേരുന്നത്. എന്നുവെച്ചാൽ ഞാനും ഈശ്വരൻ്റെ അണ്ടല്ല, ഞാനീ കാണുന്നതായിട്ടുള്ള തുടക്കത്തിട്ട ബ്രഹ്മാണ്ടം അല്ലേ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ യൂണിവേഴ്സിൻ്റെ പരിപൂർണമായ ഒന്നായിട്ട് ഞാൻ തന്മയീഭവിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്നറിയാവോ, ഈ സകലമാന സങ്കടങ്ങളിൽ നിന്ന് നമ്മൾ വിമുക്തമായിട്ട് മാറുന്നത്. അതിനാണ് ഞാൻ വീണ്ടും കണക്ട് ചെയ്യാണ്, നമുക്ക് എന്ത് വേണം? ഭക്തി വേണം.